وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما وبالكعبة قبلة وبالمؤمنين إخوانا ورد به الخبر ഇങ്ങനെ ചെല്ലണമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. ഹദീസ് മഹാന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഞാൻ പിന്നീട് അത് കേൾപ്പിക്കുന്നതാണ്. ഇനി ഇതേ കാര്യം മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ തൽഖീൻ ചെല്ലണം. അതുകൊണ്ട് മയ്യിത്തിന് ഉപകാരം കിട്ടും, ഉപകാരം കിട്ടില്ല എന്നത് അത് ഇദ്ദേഹത്തിന്റെ സ്വന്തം മതമാണ്. ഞാനത് അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നുകൂടെ പറഞ്ഞു അതിന് തെളിവായി ഇസ്തിഗ്നാസ് എന്ന നിലയ്ക്ക് തൽഖീൻ ഓതണം എന്ന് ഇസ്ലാമിൽ കൽപ്പന വന്നത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞതിന് വേണ്ടിയാണ്. നബിയെ തങ്ങൾ ഫദക്കിർ ഉപദേശിക്കണം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ആ ഓർമ്മപ്പെടുത്തൽ അവർക്ക് ഉപകരിക്കും. ഇയാൾ പറഞ്ഞ ഉപകരിക്കില്ലെന്ന്. എന്നാൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നു. ഖതീബ് ബഹുമാനപ്പെട്ട ഇമാം മുഗ്നിയിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു എന്ത് ഉപകരിക്കും. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുകയാണ്. ഇത് തന്നെ നമുക്ക് ഇആനത്തു താലിബീനിൽ കാണാം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തൽഖീൻ ചെല്ലണമെന്ന് പറഞ്ഞത്. അവ തൽഖീൻ ചെല്ലൽ സുന്നത്താണ്. അത് ഇമാമുകൾ കിതാബുകളിൽ വിവരിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ വകയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പരിഹസിക്കുകയാണ് ഇമാമികളെ. എനിക്കാള് ഒരു കളവ് പറയുന്നത് എന്താ, തസ്ബീഹ് ചെല്ലണം, അകളവല്ലേ. എന്നാൽ ഉടനെ അയാൾ പറയുന്നത് തസ്ബീഹിന്റെ ദുആഉം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താനുള്ള ചോദ്യം ചോദിക്കണം എന്നല്ലാതെ എന്ന ആ ദുആഇന്റെ ശൈലി നബിതങ്ങളിൽ നിന്ന് നേരിട്ട് വന്നിട്ടില്ല. അതേസമയം തസ്ബീഹ് ചോദിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇമാമിങ്ങൾ ചൊല്ലി പഠിപ്പിച്ചതാണ്. അത് ഒരിക്കലും വാരിതായതല്ല. അയാള് ഇതൊക്കെ വിമർശിച്ച് തൽഖീനും അതുപോലെ നേരത്തെ ഖുർആനോത്തും ഒക്കെ വിമർശിച്ച് കാരണം നബി ചെയ്തിട്ടില്ല അതിനൊക്കെ കാരണം പറഞ്ഞത്. എന്നാൽ ഇപ്പോഴെത്തിയപ്പോൾ അയാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കളവ്, നബിതങ്ങൾ ആ പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അയാളെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. 14a അതിന് തസ്ബീത്ത് എന്നാണ് പറയുക. തസ്ബീത്ത് അതിന്റെ ദുആ വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബറ അൻ ജംബൈഹി വആമിൻഹു മിൻ കുല്ലിൽ ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹു ദുആഇ നബിതങ്ങൾ പഠിപ്പിച്ചു തസ്ബീഹിന്റെ. അത് ഇതാണ് അയാൾ കേൾക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിതായിട്ടില്ല, വന്നിട്ടില്ല. തസ്ബീഹിനെ ചോദിക്കണമെന്നുണ്ട്. ഇമാമുകൾ അതിനൊരു രൂപം പഠിപ്പിച്ച് അതാ നമ്മളെ നാട്ടിൽ പണ്ട് ഇവിടെ എങ്ങനല്ല ചെല്ലല് അത് ഇമാമികൾ പഠിപ്പിച്ച, പൂർവികര് പഠിപ്പിച്ച. പക്ഷെ ഇയാൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നബി ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചപ്പോ ഇവിടെ എത്തിയപ്പോ അയാളോട് മറന്നുപോയി. അദ്ദേഹം പറയുന്നത് നബി പഠിപ്പിച്ചു എന്നാണ്, പഠിപ്പിച്ചിട്ടില്ല. ഇനി അദ്ദേഹം വിമർശിച്ച മറ്റൊരു കാര്യം ചെടി കുത്തലുണ്ടല്ലോ. ഇവിടെ ഇല്ലേ അങ്ങനെ ഖബറിന്റെ മുകളിൽ ചെടി കുത്തി. ഈ ചെടി കുത്തുന്നതിനെ കുറിച്ച് ഇവിടെ ഉണ്ട്, ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശേഷം പറയും അത് സുന്നത്താണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഒരിക്കൽ മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റല്ല. എങ്ങനെ ഒരു പ്രാവശ്യം നബിതങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റല്ല. അല്ല, ഒരു പ്രാവശ്യം ചെയ്താൽ തെറ്റല്ല എന്നാ പറയണ്ടേ? സുന്നത്തല്ലേ നബി ചെയ്താൽ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അത് തെറ്റല്ല. അത് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കിതാബ് വായിച്ചത്. ഇതെല്ലാം കഴിഞ്ഞാല് പിന്നെ സാധാരണ ചെടി കുത്താറുണ്ട്. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ഖബർസ്ഥാൻ, രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ നബിതങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള സഹാബാക്കളോട് ഈ ഖബർ ആരുടെയാണെന്ന് ചോദിക്കുകയും അവർ ഇന്ന ആളുകളുടെ ഖബറാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ ഇന്ന തെറ്റിന്റെ പേരിൽ ഈ ഖബറിൽ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് തന്നെ രണ്ട് പച്ച ഏതോ ചെടികളുടെ കമ്പ് ഒടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ആ കൊമ്പ് കുത്തി കൊടുക്കുകയും ചെയ്തു. നബിതങ്ങൾ ചെയ്തതാണ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ഖബറിന്റെ മേലെയും ഇങ്ങനെ ചെടി കുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല.
അതിന് കാരണം പറയുന്നത് അത് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഖുർആൻ പറയുന്നു ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ആകാശ ഭൂമികളുടെ മുഴുവൻ വസ്തുക്കളും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഗുണം അവരെ പാപങ്ങൾക്ക് ഒരു അറുതി, പിന്നെ ശിക്ഷയ്ക്ക് ഒരു അറുതി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്നാണ് വിശദീകരിക്കുന്നത്. അത് ചെയ്തു എന്നതുകൊണ്ട് തെറ്റില്ല, ഏതാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തു എന്നതിന്റെ വലിയ തെറ്റ് വരില്ല. എനിക്ക് കേൾക്കണം, അയാൾ പറഞ്ഞെന്താ നമ്മൾ ഒരു കവറിന്റെ മേൽ അന്നങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ പോയാൽ എല്ലാ കവറിന്റെ മേലും കാണൂല. അന്നുള്ള ചെടിയെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിബിധങ്ങൾ കുത്തിയ ഈ ചെടി സഹാബത്ത് കുത്തിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ അവിടെ പോയാൽ എല്ലാ കവറുമേലും കാണൂല, അത് ഉറപ്പല്ലേ, അവിടെ സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റല്ല. നല്ല സുഹൃത്തെ, നിബിധങ്ങൾ ചെയ്താൽ സുന്നത്താണ്. ഇമാമികൾ വിവരിച്ചതാ. ഫത്ഹുൽ മുഈൻ പോലുള്ളത് ഞാൻ വായിക്കട്ടെ. യുസന്നു വദഉ ജരീദത്തിൻ ഖദ്റാ അലൽ ഖബർ, ഖബറിന്റെ മുകളിൽ പച്ച കുത്തൽ സുന്നത്താണ്. ലിലിത്തിവായി, അത് നിബിധങ്ങൾ ചെയ്ത് കാണിച്ച സുന്നത്താണ്. ഇത് തന്നെ മുജൈബി 2-ാം വാള്യം 300-ാം പേജിൽ വയുസന്നു വദഉൽ ജരീദിൽ അഖ്ദർ അലൽ ഖബർ. ഇത് തന്നെ തുഹഫയുടെ 3-ാം വാള്യം 197 യുസന്നു വദഉ ജരീദത്തിൻ ഖദ്റാ അലൽ ഖബർ ലിലിത്തിവാ. അതെല്ലാ ഗ്രന്ഥത്തിലുള്ള ആർക്കും അറിയുന്ന നമ്മുടെ നാട്ടിൽ സാർവത്രികമായി നടക്കുന്ന ഒരു സുന്നത്താണ്. പക്ഷെ ഇയാളെ എത്തിയപ്പോൾ അതിൽ തെറ്റില്ല, സുന്നത്താണ് എന്നത്, അതിൽ തെറ്റില്ല. അട്ടെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറയട്ടെ. 16 സമയം വളരെ കുറവ്. കാരണം ഖബറടക്കി കഴിഞ്ഞ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. 3-ാമത്തെ ദിവസം എന്താവും? 3-ാമത്തെ ദിവസം ദ്വാരക്കലാണ്. കാരണം മയ്യത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്വാരക്കൽ മാത്രമല്ല, ചാപ്പാടില്ലാത്ത ദ്വാരക്കലില്ല അല്ലേ? സത്യത്തില് ഒരു ജനിച്ച വീട്ടില് ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടില് മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരം ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇസ്ലാമിലില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ മരിച്ച ആൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കരുത്. ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. മരിച്ച ആൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം, അത് സുന്നത്താണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 500ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ ലോക പ്രശസ്ത പണ്ഡിതനാണ്. അവിടുത്തെ അൽ-ഹാബിയിൽ ഫതാവയിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനവറുകൾ ആ ഹദീസുകൾ, അഥവാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഞാൻ തറാവീഹിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ട്. അവിടുത്തെ കിതാബുസ് സുഹുദിൽ മഹാനവറുകൾ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് എടുത്തുദ്ധരിച്ച് ഇമാം സുയൂത്തി സവിസ്തരം ഈ കാര്യം അവിടുത്തെ അൽ-ഹാബിയിൽ ഫതാവയുടെ 380, 79, 80 അതുപോലെ 89 വരെയുള്ള പേജുകളിൽ പറഞ്ഞു. അവസാനം അത് പര്യവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞു? വയകൂനുൽ ഹദീദുസ്തമല അലാ അംറൈൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളിൽ നിന്ന് വന്ന ഹദീസ് 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അഹദുഹുമാ അസ്ലുൻ ഇഅ്തിഖാദിയ്യുൻ, അതിൽ ഒന്ന് വിശ്വാസപരമായ ഒരു അടിസ്ഥാന തത്വമാണ്. അതെന്താണ്? വഹുവ ഫിത്നത്തുൽ മൗതാ സബഅത അയ്യാം. ആ ഹദീസിലുള്ളത് പിന്നെ ഇന്നൽ മൗതാ യുസ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ ഫകാനു യസ്തഹിബൂന അൻ യുതഅമാനഹും തിൽകൽ അയ്യാം. ഇങ്ങനെയാണ് ആ ഹദീസിലുള്ളത്. താഊസ് റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്നൽ മൗതാ യുസ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ, 7 ദിവസം മയ്യിത്തിന്റെ ഖബറിൽ ഫിത്നയുണ്ട്, അഥവാ ചോദ്യമുണ്ട്. ഫകാനു യസ്തഹിബൂന അൻ യുതഅമാനഹും തിൽകൽ അയ്യാം, 7 ദിവസവും മരിച്ച വീട്ടിൽ നിന്ന് മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്ന പരിപാടി സഹാബത്ത് ചെയ്തതാണ്. ഈ ഹദീസിനെ കുറിച്ച് അവസാനം സുയുക്തിമാ പറയാ, ഇതിൽ വിശ്വാസപരമായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഹദീസ്. അതെന്താണ്? 7 ദിവസം ഖബറിൽ ചോദ്യമുണ്ട് മയ്യിത്തിന്. വത്താനി, രണ്ടാമത്തെ കാര്യം ഹുക്മുൻ ഫർഇയ്യുൻ ശർഇയ്യുൻ ഫർഇയ്യുൻ, അത് ശാഖാപരമായ ശർഇയ്യായ ഒരു നിയമമാണ്. വഹുവ ഇസ്തിഹ്ബാബു തസദ്ദുഖി വൽ ഇത്ആമി അലൈഹിം മുദ്ദത തിൽകൽ അയ്യാമിസ് സബ്അ. 7 ദിവസവും മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം സുന്നത്താണ് എന്ന ഹുക്മാണ്. അത് കമസ്തഹബ്ബ കമസ്തുഹിബ്ബ സുആലു അത്തസ്ബീത് ബഅദ ദഫ്നി സാഅ. തസ്ബീത് എന്നൊരു സുന്നത്തായതുപോലെ അത് മയ്യിത്തിന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് എളുപ്പം കിട്ടാനായതുപോലെ 7 ദിവസത്തെ ചോദ്യത്തിലും എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് സഹാബത്ത് 7 ദിവസം ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് സഹാബത്തിന്റെ സുന്നത്താണ്.
ഇത് പറഞ്ഞിട്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു.